ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ബേക്കറിയിലേക്കാൾ ടേസ്റ്റിൽ, അതായത് പപ്സും കട്ട്ലറ്റിനേക്കാളൊക്കെ ടേസ്റ്റിൽ നമുക്ക് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിന്ന് ചിക്കൻ ഫില്ലിങ്ങാണ് വെച്ചിരിക്കുന്നത്. ചിക്കനോ ബീഫോ വെജിറ്റബിളോ അല്ലെങ്കിൽ മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വളരെ കുറച്ച് മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും, കൂടുതൽ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു പച്ചമുളകും, കുറച്ച് കറിവേപ്പില നുറുക്കിയതും, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാൻ നമ്മുടെ ആ ഒരു പപ്സിൻ്റെയും കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്തത് കേട്ടോ. മല്ലിയില ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ ചേർക്കാം മല്ലിപ്പൊടി. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഉപ്പ് എപ്പോഴും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കാം. കാരണം പൊടികളല്ലേ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. കാരണം ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണ്ടേ, അതുകൊണ്ട് ക്രഷ് ചെയ്ത് തന്നെ എടുക്കുക. ചങ്ക്സ് ആയിട്ടിരിക്കുന്നതിനേക്കാളും ക്രഷ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് 1 കപ്പ് ചിക്കൻ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ പൊടിച്ചത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ ഇതിൽ. നന്നായിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. എല്ലുകളൊന്നും തന്നെ ഉണ്ടാവരുത്. കാരണം നമ്മൾ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയ എല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാടായിട്ട് വരും. അതുകൊണ്ട് ബോൺലെസ് പീസ് തന്നെ ശ്രദ്ധിച്ചെടുക്കുക. ഇനി ആ ചിക്കൻ്റെ എല്ലാം വെള്ളം ഒന്ന് നന്നായിട്ട് വലിഞ്ഞ് വന്നാൽ മതിയാവും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രഷ്ലി ചതച്ചെടുത്ത കുരുമുളകാണ് കേട്ടോ. അതോട് ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ചെറിയൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കെച്ചപ്പിന് പകരമായിട്ട് ഇതിലേക്ക് ചീസ് ചേർക്കാം. അപ്പോൾ ഒരു ചീസി ഫില്ലിംഗ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മയോ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഈ മിശ്രിതം നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇത് അല്പം ഒന്ന് തണുത്തിട്ട് വേണം നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ. അതുകൊണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക്, വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഫില്ലിങ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ സമൂസ ഷീറ്റ്സ് എല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പശ തയ്യാറാക്കി വെക്കാം. അത് അന്നേരം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒരു മിക്സ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം സമൂസ ഷീറ്റ്സ് എടുക്കുക. ഞാനിത് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മൈദ കുഴച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും മതി. ഇതുപോലെ ഷീറ്റ്സായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ക്രോസ് പോലെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ അത് നടുക്കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ മടക്കി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഓരോ തവണ മടക്കുമ്പോഴും അതിന് മുകളിൽ കുറച്ച് പശ നമുക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 2 മടക്കിന് ശേഷം മാത്രമേ ഈ പശ തേച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് ഇങ്ങോട്ട് മടക്കുക. ഇനി ബാക്കി വരുന്ന പീസ്
വെച്ച് ഒന്ന് ചുറ്റിനും ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ് നമുക്കിത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. നിങ്ങൾക്കിപ്പോൾ സമൂസ ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെയാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് പൊങ്ങിയിരിപ്പുണ്ട്, അപ്പോൾ അതുകൂടെ നമുക്ക് പശ തേച്ച് ഇങ്ങോട്ട് ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അത്രയും നമ്മൾ ഇങ്ങനെ ഈ പാഴ്സൽസ് റെഡിയാക്കി എടുക്കുക. ഇത് നമ്മളൊരു പൊതി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചീസ് ചേർത്തില്ല. ചീസ് കുഞ്ഞുങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ക്യൂബ് ചീസ് വെച്ച് കൊടുത്താൽ മതി. അന്നേരം നമ്മളിതിപ്പം വറുത്ത് നമ്മൾ മുറിക്കുമ്പോൾ നല്ല ഒരു ഊസി ആയിട്ടിരിക്കും. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചീസ് എൻ്റെ മക്കൾക്ക് 2 പേർക്കും ചീസ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചീസൊന്നും ചേർക്കാത്തത്. ഇതിങ്ങനെ സെക്യൂറായിട്ട് വെക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് ഇങ്ങനെ അഴിഞ്ഞു പോകരുതെന്ന് മാത്രം. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറി പോകുമല്ലോ, നമ്മളിത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുട്ട സമൂസ ചെയ്തിരുന്നു. അന്നേരം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൽ ചെയ്ത് നോക്കാമെന്ന്. എയർ ഫ്രയർ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണയിൽ പൊരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് പൊരിച്ച് 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മൂപ്പിച്ച് നമുക്ക് എടുക്കാം, തിരിച്ചും മറിച്ചും ഇട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കവർ ചെയ്ത് ഈ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഫ്രീസറിലൊന്ന് വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒട്ടും തന്നെ കരിയാതെ കിട്ടും കേട്ടോ. സമൂസ ഷീറ്റ്സിന് തീരെ കട്ടിയില്ലല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഈ പാഴ്സൽസ് അല്ലെങ്കിൽ സമൂസ ഷേപ്സിലാക്കിയതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ കിട്ടും കേട്ടോ. ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു. ഇതിപ്പം നമ്മുടെ ഈ ചിക്കൻ പാഴ്സൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി, നല്ല ടെംപ്റ്റിംഗ് ആണ്. ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഇത് വളരെ ടേസ്റ്റിയാണ്. കാരണം ഇത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവർ വീണ്ടും വീണ്ടും ചോദിക്കും, അത് ഉറപ്പാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ഞാനിത് മുറിച്ച് കാണിച്ച് തരാം. ഇത് കണ്ടില്ലേ, നല്ല ഫ്ലേക്കിയാണ്. നമ്മൾ 2 ഷീറ്റ്സ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ലെയേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ സമൂസയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലെയേഴ്സ് കാണില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ ഇതുപോലുള്ള കുട്ടി വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.